പാരായണം ചെയ്യപ്പെടാത്ത അല്ലെങ്കിൽ പാരായണ പുണ്യമില്ലാത്ത, പാരായണം കൊണ്ട് ദോഷം ലഭിക്കുന്ന ഒരു മാലയായി തള്ളിമാറ്റാനുമുള്ള ശ്രമങ്ങൾ പലപ്പോഴും നടന്നിട്ടുണ്ട്. കോഴിക്കോട്ടുകാരൻ ഖാദി മുഹമ്മദ് റഹിമഹുല്ലാ മഹാനവറുകളുടെ ഇംഗിതത്തിനും ഇഷ്ടത്തിനും താൽപര്യത്തിനും അനുസൃതമായി ശൈഖ് അവറുകളെ കുറിച്ചുള്ള അപദാനങ്ങളെ അതിരുകടന്ന് എഴുതി വെച്ചതാണ് എന്ന ചില ആരോപണങ്ങൾ മാലയെക്കുറിച്ച് പലരും പറഞ്ഞു. യഥാർത്ഥത്തിൽ ഗൗസുൽ ആലം തങ്ങളെ കുറിച്ച് എഴുതിയ മാലയിലെ മുഴുവൻ പരാമർശങ്ങളും ഒരെണ്ണം പോലും മഹാനവറുകളുടെ ഭാഗത്തു നിന്ന് ഉള്ളതല്ല എന്ന് അതേ രചനയിൽ തന്നെ പറയുന്നുണ്ട്. ഗൗസുൽ ആലം തങ്ങളെ കുറിച്ച് ഞാൻ ഈ എഴുതിയതൊന്നും എന്റേതല്ല, ഇതെല്ലാം സ്വീകാര്യമായ ചരിത്രാവലംബങ്ങളിൽ നിന്ന് സ്വാംശീകരിച്ച് മനോഹരമായി ക്രോഡീകരിക്കുക മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് എന്ന് രചയിതാവായ ഖാദി മുഹമ്മദ് അവറുകൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നും അത് വിലയിരുത്തുകയും പഠിക്കുകയും ചെയ്യാവുന്ന വിധം സുതാര്യവും സുലഭവുമായ അവലംബങ്ങളെ ആസ്പദിച്ചുകൊണ്ടാണ് ഖാദി മുഹമ്മദ് അവറുകൾ ഇത്തരം ഒരു രചന നിർവഹിച്ചിട്ടുള്ളത്. മാലയിൽ തന്നെ വ്യക്തമായി അത് പറയുന്നുണ്ട്. അവർ ചൊന്നേ ബൈതീന്നും ബഹ്ജാകീതാബീന്നും അങ്ങീനെ തക്മീല തന്നിന്നും ചൊന്നോവർ. ഞാൻ ഈ മാലയിൽ ഗൗസുൽ ആലം തങ്ങളെ കുറിച്ച് പറഞ്ഞത് മുഴുവനും മഹാനവറുകൾ ചൊല്ലിത്തന്ന ബൈത്തുകളിൽ നിന്ന് സ്വീകരിച്ച വിഷയങ്ങളാണ്. രണ്ടാമത് ബഹജത്തുൽ അസ്റാർ എന്ന ഇമാം ഷത്നൂഫിയുടെ ഗ്രന്ഥത്തിൽ നിന്നാണ്. മഹാനവറുകളാണെങ്കിലോ ഹദീസ് പഠന മേഖലയിൽ നിവേദന രംഗത്ത് സ്വീകാര്യനായ പണ്ഡിതനാണെന്ന് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ അദ്ദുററുൽ കാമിനയിൽ പഠിപ്പിച്ചു തന്ന അല്ലെങ്കിൽ വ്യക്തിത്വം വെളിവാക്കി തന്ന മഹാനാണ് ഇമാം ഷത്നൂഫി. അപ്പോൾ എന്റെ മാലയിലുള്ള ഓരോ പരാമർശങ്ങളും ഒന്നുകിൽ മഹാനവറുകളുടെ ബൈത്തിൽ നിന്ന് കിട്ടിയതാണ്, അല്ലെങ്കിൽ ബഹജത്തുൽ അസ്റാറിൽ നിന്ന് കിട്ടിയതാണ്, അല്ലെങ്കിൽ തക്മില എന്ന മുരീദുമാർക്കുള്ള ഗൗസുൽ ആലം തങ്ങളുടെ ഉപദേശ സംക്ഷിപ്തത്തിൽ നിന്ന് ലഭിച്ചതാണ്. അല്ലാതെ എന്റേതായി ഒന്നും ഇതിലില്ല. കോർവ ഇതൊക്കെയും നോക്കിയെടുത്തോവർ ഇതെല്ലാം കൃത്യമായി നോക്കിയെടുത്ത് ക്രമീകരിച്ചു എന്നതല്ലാതെ എന്റെ ഭാഗത്തു നിന്ന് ഒരു കടത്തലും ഇതിൽ ഉണ്ടായിട്ടില്ല എന്ന് മഹാനായ ഖാദി മുഹമ്മദ് അവറുകൾ വിശദീകരിക്കുന്നുണ്ട്. ഇത്രയും പ്രമാണഭദ്രമായ മുഹയ്യിദ്ദീൻ മാലയിൽ പറഞ്ഞിട്ടുള്ള ഓരോ വരികളും ഓരോ പരാമർശങ്ങളും കാലികമായി വായിക്കുകയും അവസരോചിതമായ ചില പരാമർശങ്ങളെ സൂചിപ്പിക്കുകയും മാത്രമാണ് ഞാൻ ഇന്ന് ലക്ഷ്യം വെക്കുന്നത്. അല്ലാതെ മഹാനവറുകളുടെ ചരിത്രം പറഞ്ഞാൽ എവിടെയും എത്തില്ല. അവിടുത്തെ ജീവചരിത്രത്തിന്റെ അപഗ്രഥനങ്ങൾ എവിടേക്കും എത്തിക്കാൻ കഴിയില്ല. മഹാനവറുകൾ ലോകത്തിനു നൽകിയ സന്ദേശം വായിക്കുകയും ഇന്നത്തെ സമൂഹത്തിന്റെ ചലനങ്ങൾക്കനുസൃതമായി ഒരു താരതമ്യ പഠനത്തിന് വിധേയമാക്കുകയുമാണ് ആവശ്യമുള്ളത്. പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ ഗൗസുൽ ആലം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ മറ്റു നിരവധി മഹാന്മാരെ പോലെ ജനിച്ചു വീഴുമ്പോഴേ ശുഭസൂചന നൽകിക്കൊണ്ട്
ഉദയം ചെയ്ത മഹാനാണ്. അങ്ങനെയാണ് മഹത്തുക്കൾ അവർ ജനിച്ചു വീഴുമ്പോഴേ സൂചന നൽകിയ ചില ആളുകൾ ഉണ്ട്. നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകപ്പെട്ടവരും ഉണ്ട്. ഗൗസുൽ ആലം തങ്ങളുടെ മാതാവിനോട് ആ കാലഘട്ടത്തിലെ മഹത്തുക്കൾ പലരും പറഞ്ഞിരുന്നു, നിങ്ങൾ പ്രസവിക്കുന്ന കുഞ്ഞ് ലോകത്ത് ആത്മീയത വളർത്തുവാനുള്ള ഒരു നേതാവാണ്, ഒരു നേതാവിനെയാണ് നിങ്ങൾ ലോകത്തിന് സമ്മാനിക്കാൻ പോകുന്നത് എന്ന് ജന്മത്തിന് മുമ്പേ പലരും മാതാവിനോട് മുന്നറിയിപ്പ് നൽകി. ഇതുപോലെ ശുഭസൂചനകൾ പലതും ലഭിച്ച മഹാൻ ജനിച്ചു വീഴുമ്പോൾ തന്നെ ലോകം ശ്രദ്ധിക്കുകയാണ്. കാരണം അമ്മഞ്ഞെയ്യുമ്പുന്ന കാലത്ത് റമദാൻ പകലുകളിൽ ഈ മോൻ മാതാവിന്റെ മുല സ്വീകരിക്കുന്നില്ല, മാതാവിൽ നിന്ന് പാല് കുടിക്കുന്നില്ല. അപ്പോഴേ ജനങ്ങൾക്കെല്ലാം വ്യത്യസ്തത ബോധ്യമായി. ഇങ്ങനെയുള്ള മഹാനവറുകൾ അവിടുത്തെ ജനനം മുതൽ, ബാല്യം മുതൽ, കൗമാരം മുതൽ, യൗവനം മുതൽ, സേവന വഴികൾ മുതൽ എല്ലാം കൃത്യമായി ഗഹനമായി പഠന വിധേയമാക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് 6 മണിക്കൂറോളം മഹാനവറുകളെ കുറിച്ച് മാത്രം പ്രസംഗിച്ച സീഡികൾ ഉണ്ട്. ഇപ്പോൾ ഞാൻ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. മഹാനായ ഗൗസുൽ ആലം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ ആനുകാലിക സമൂഹത്തിന് നൽകുന്ന സന്ദേശങ്ങൾ, അതിനെയാണ് അറിയേണ്ടത്. ലോകത്ത് മുഴുവനും ഇസ്ലാമിക പ്രബോധന രംഗത്ത് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയത് ആരാണ്? മഹാന്മാരായ ഔലിയാക്കളാണ്. ചില ആളുകൾ മനസ്സിലാക്കി, ഞങ്ങളുടെ പരിഭാഷ കൊണ്ട്, ഞങ്ങളുടെ സമ്മേളനം കൊണ്ട്, ഞങ്ങളുടെ വ്യവസ്ഥാപിതമായ പ്രവർത്തനങ്ങൾ കൊണ്ട്, ഞങ്ങളുടെ സിസ്റ്റമാറ്റിക് കോൺഫറൻസുകൾ കൊണ്ട് ആണ് ലോകത്തൊക്കെ ഇസ്ലാം പ്രചരിച്ചത് എന്ന്. അല്ല, ലോകവ്യാപകമായി നോക്കിയാൽ ഇസ്ലാമിന്റെ പ്രചാരണം മഹാന്മാരായ ഔലിയാക്കളുടെ സ്വാധീനമാണ്. നിങ്ങൾ നോക്കൂ, ഇന്ത്യ മഹാരാജ്യത്ത് കേരളം ഒന്ന് മാറ്റി നിർത്തിയാൽ കേരളത്തിലേക്ക് മാലിക് ബിൻ ദീനാർ, മാലിക് ബിൻ ഹബീബ് റളിയല്ലാഹു അൻഹും മഹാനവറുകളിലൂടെയാണ്, മഹാന്മാരുടെ സംഘത്തിലൂടെയാണ് ഇസ്ലാം എത്തിച്ചേരുന്നത്. എന്നാൽ നോർത്ത് ഇന്ത്യയിൽ മുഴുവനും ഇസ്ലാം എത്തിച്ചേരുന്നത് ഖാജ മുഈനുദ്ദീൻ അൽ ചിശ്തി അൽ അജ്മീരി അസ്സഞ്ചരി മഹാനവറുകളിലൂടെയാണ്. മഹാനവറുകളുടെ ചിശ്തി മാർഗത്തിലൂടെയാണ് ഉത്തരേന്ത്യയിൽ മുഴുവനും ഇസ്ലാം വ്യാപകമാകുന്നത്. ഇന്ത്യ മഹാരാജ്യത്തിന്റെ തലസ്ഥാനമായ ഡൽഹിയിലേക്ക് ചെന്നാൽ ആ ഡൽഹിയുടെ ഹൃദയഭാഗമായ നിസാമുദ്ദീൻ എന്നറിയുന്ന നിസാമുദ്ദീൻ, ബഹുമാനപ്പെട്ട നിസാമുദ്ദീൻ ഔലിയ റളിയല്ലാഹു അൻഹുവിന്റെ സാന്നിധ്യമാണ് വിളിച്ചു പറയുന്നത്. ഇന്നും നിസാമുദ്ദീൻ ഔലിയ ദർഗയിലേക്ക് ആയിരങ്ങൾ, പതിനായിരങ്ങൾ വന്നു ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ഡൽഹിയിൽ രാജാവിനെ പോലെ കിടക്കുകയാണ്. മഹാനവറുകളുടെ ഗുരുവായിരുന്നു അല്ലാമത്തുൽ ഫിർദൗസി റഹ്മത്തുള്ളാഹി അലൈഹി, ആത്മീയ മാർഗത്തിലെ നേതാവാണ്. ഡൽഹിയിലെ കുത്തബ് മിനാറിന്റെ പിന്നാമ്പുറത്ത് വിശ്രമിക്കുന്നു ബഖ്തിയാരിൽ കാക്കി അദ്ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനവറുകൾ ഖാജ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹുവിന്റെ മുരീദുമാരിൽ ഒരാളാണ്. വലിയ ആശിഖുർ റസൂലാണ്. ഇമാം ഷാവലിയുല്ലാഹി ദഹ്ലവി അഖ്ബാറുൽ അഖ്യാർ എന്ന ഗ്രന്ഥത്തിൽ മഹാനവറുകളെ കുറിച്ചുള്ള നിരവധി പരാമർശങ്ങൾ വളരെ വ്യാപകമായി നടത്തുന്നുണ്ട്. അവിടുത്തെ ബാല്യകാലം, അവിടുത്തെ സ്നേഹലോകം, അവിടുത്തെ ഇടപെടലുകൾ മഹാനായ ബഖ്തിയാരിൽ കാക്കി ദഹ്ലവി റളിയല്ലാഹു അൻഹു ഗുരുവര്യരായ ഖാജ മുഈനുദ്ദീൻ തങ്ങളിലേക്ക് ചെന്നു ഇടയിൽ വെച്ച്. അപ്പോഴേക്ക് കൂടെ ആളുകൾ ഡൽഹി മുഴുവനും അജ്മീറിലേക്ക് പോയി എന്നാണ്. ഡൽഹി മുഴുവനും അജ്മീറിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, ഖാജ, ഞങ്ങൾക്ക് ഈ മഹാനവറുകളെ തിരിച്ചു തരാതെ ഞങ്ങൾ പോകില്ല. അങ്ങനെയാണത്രേ മഹാനവറുകൾ അങ്ങോട്ട് തിരിച്ചു വരുന്നത്, ഡൽഹിയിലേക്ക് തന്നെ തിരിച്ചു വരുന്നത്. അല്ലാമത്തുൽ മുനീരി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളിലൂടെയാണ് ബീഹാറിലെ ഇസ്ലാമിക ചലനങ്ങൾ നടക്കുന്നത്.
അവിടെ മുഴുവനുമുള്ള ഇസ്ലാമിക മുന്നേറ്റത്തിന്റെ അസ്ഥിവാരം അല്ലാമത്തുൽ മുനീരി റഹ്മത്തുള്ളാഹി അലൈഹിയിലൂടെയാണ്. മഹാനവറുകൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടികളിൽ ഒരാളാണ്. നിങ്ങൾ ബാംഗ്ലൂരിലേക്ക് പോയിട്ടില്ലേ? തവക്കൽ മസ്താൻ ദർഗ ഒഴിവാക്കിയിട്ട് ബാംഗ്ലൂരിനെ പറയാൻ കഴിയില്ല. മൈസൂരിലേക്ക് പോയിട്ടില്ലേ? നിരവധി ഔലിയാക്കൾക്ക് പുറമെ കാലം കണ്ട ആത്മീയ ഗുരുക്കളിൽ ഒരാളായ ടിപ്പു സുൽത്താനെ മറന്നുകൊണ്ട് പറയാൻ കഴിയില്ല. അദ്ദേഹം ആത്മീയ മാർഗത്തിൽ ഉണ്ടായിരുന്നു എന്ന് ചരിത്രം നമ്മോട് പറയുകയാണ്. അതുപോലെ ബദായൂനിൽ ചെന്ന് നോക്കിയാൽ അവിടെ മുഴുവനും ഔലിയാക്കളുടെ മദീനത്തുൽ ഔലിയ എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ അംറോഹ എന്ന് പറയുന്ന ഡൽഹിയുടെയും ലക്നോയുടെയും ഇടയിലുള്ള സ്ഥലത്തേക്ക് ചെന്നാൽ ഇബ്നു ബത്തൂത്തയുടെ റിഹലയിൽ പരാമർശിക്കപ്പെട്ട നിരവധി ഔലിയാക്കളെ കാണാം. ഇങ്ങോട്ട് വന്നാൽ, തമിഴ്നാട്ടിലേക്ക് വന്നാൽ എത്ര ഔലിയാക്കളാണ്, വലിയ പണ്ഡിതന്മാരാണ്. ലത്തീഫിയയുടെ സ്ഥാപകനായ ബഹുമാനപ്പെട്ട അല ഹസ്രത്ത്, അല്ലെങ്കിൽ അവിടുത്തെ വലിയ നേതാവായിരുന്ന മഹാൻ, ആ കാലഘട്ടത്തിലെ വലിയ പണ്ഡിതനും അതോടൊപ്പം തന്നെ ആഗോള ഭരണാധികാരികളെ, ബ്രിട്ടീഷ് രാജ്ഞിയവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ലെറ്റർ എഴുതി ദഅവത്ത് നടത്തിയ മഹാനായിരുന്നു ബാനി ലത്തീഫിയ, ബാനി ഹസ്രത്ത് റഹ്മത്തുള്ളാഹി അലൈഹി. ഇതുപോലെ ഓരോ നാട്ടിലേക്കും പോയാൽ, നിങ്ങൾ പോയി നോക്കൂ സിംഗപ്പൂരിൽ, അവിടെ ഒരുപാട് പരിഷ്കാരങ്ങളുള്ള നാടാണ്. അതിന്റെ നടുവിൽ ജിഫ്രി സാദാത്തുക്കളുടെ മഖബറ കാണാം. കോഴിക്കോട് ജിഫ്രി തങ്ങന്മാരുമായി ബന്ധമുള്ളവരാണ്. പോവുക മലേഷ്യയിലേക്ക്, പൂളോ ബസാർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. വേലിയേറ്റവും വേലിയിറക്കവും അറിഞ്ഞുകൊണ്ടേ പോയി വരാൻ കഴിയുകയുള്ളൂ. അവിടെ വിശ്രമിക്കുന്നു ഔസുൽ ആദം തങ്ങളുടെ പേരക്കുട്ടി ഇസ്ലാമിക ദഅവത്തുമായി അവിടെ എത്തിയവരാണ്. അതുപോലെ തന്നെ യമനിൽ പോയി നോക്കിയാൽ ജംബൽ എന്ന് പറയുന്ന ഖബർസ്ഥാനിൽ മാത്രം 300 ചില്ലാന മൗലിയാക്കൾ വിശ്രമിക്കുന്നുണ്ട്, 4ഓളം. അതുപോലെ തന്നെ പ്രത്യേകമായി ഉദ്ധരിക്കപ്പെട്ട മഹാന്മാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്ദർശിക്കണം എന്ന് യാഫി ഇമാം തങ്ങളോട് ആത്മീയമായി അറിയിച്ച മഹാരഥന്മാർ യമനിൽ ഉണ്ട്. അവിടെയാണ് ഖുത്ബുദ് ദഅവത്തി വൽ ഇർഷാദ് അബ്ദുല്ലാഹി ഇബ്നു അലവി അൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ. അവിടെയാണ് ബഹുമാനപ്പെട്ട ഫഖീഹുൽ മുഖദ്ദം റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ. അങ്ങനെയുള്ള ഒരുപാട് മഹാന്മാർ അവിടെ വിശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെ ലോകമാകമാനം നോക്കിയാൽ ഔലിയാക്കളുടെ സ്വാധീനത്തിലൂടെയും കടന്നുവരവിലൂടെയുമാണ് ഇസ്ലാമിക ദഅവത്ത് സാധ്യമായിട്ടുള്ളത്. ആ യമനിൽ നിന്ന് വന്ന മഹാനാണ് ബഹുമാനപ്പെട്ട സയ്യിദ് അലവി അൽ മംബുറമി റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനവറുകളുടെ സാന്നിധ്യമുള്ള നാടാണ് ഈ നാട്. ഇങ്ങനെ ലോകം മുഴുവനും നോക്കിയാൽ ഇസ്ലാമിക പ്രബോധനത്തിൽ വ്യവസ്ഥാപിതമായ ടെക്നോ സംവിധാനങ്ങളല്ല, മോഡേൺ ടെക്നോളജി അല്ല, കേവല പുസ്തകങ്ങളല്ല, കേവലം രചനകളല്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളല്ല, അതിനേക്കാളെല്ലാം വലുതായി ഇസ്ലാമിക പ്രചാരണം നടത്തിയത് ആത്മീയ മാർഗത്തിലെ മശായിഖുമാർ, മഹാന്മാരാണ്. നിങ്ങൾ പോയി നോക്കൂ സർഹിന്ദിലേക്ക്. 2ാം സഹസ്രാബ്ദത്തിന്റെ നവോത്ഥാന നായകൻ മുജദ്ദിദ് അൽ ഫസാനി സയ്യിദു സർഹിന്ദി അൽ ഫാറൂഖി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ പ്രവർത്തനം പരിശുദ്ധമായ ഇസ്ലാമിക നവോത്ഥാനത്തിന് വലിയ 2 വാള്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന അന്നത്തെ ഭരണാധികാരികൾക്ക് എഴുതിയ ഇസ്ലാമിക ദഅവത്തിന്റെ കത്തുകൾ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ വരെ സൂക്ഷിക്കപ്പെടുന്നു എന്ന് വായിക്കാൻ കഴിയും. ഇങ്ങനെ മഹാന്മാരായ ഔലിയാക്കളാണ് അവരുടെ ജീവിതത്തിലൂടെ ലോകത്തെ മുഴുവനും ഇസ്ലാമിക ദഅവത്ത് നടത്തിയത്.